നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇത് കൊല്ലത്ത് കൊട്ടാരക്കരയ്ക്കടുത്ത് ചെങ്ങമനാട് ഉപാസന കർഷകയായ പ്രസന്നകുമാരിയുടെ വീട്. സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ക്ഷീര സഹകാരി പുരസ്കാരം ഉൾപ്പെടെ ക്ഷീരരംഗത്തെ നിരവധി പുരസ്കാരങ്ങൾ ഈ വീട്ടിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് കർഷകയായ പ്രസന്നകുമാരി. അഞ്ച് ഡസനോളം പൈക്കളുമായി 6 ആണ്ട് നീളുന്ന ക്ഷീരസമര്യ കൊല്ലത്ത് ചെങ്ങമനാട് ചേത്തടിയിൽ ഉപാസന ഫാമിലെ പ്രസന്നകുമാരിയുടെ ക്ഷീരസമര്യയുമായി ഇപ്പോൾ കാണാം ഹരിതം സുന്ദരം. ഇത് പ്രസന്നകുമാരി പ്രീ ഡിഗ്രി പാസ്സായി, ഡിഗ്രി ഹോം സയൻസും നേടി. എങ്കിലും കർഷക എന്ന പേരിലാണ് അഭിമാനം. സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ക്ഷീര സഹകാരി അവാർഡ് ഇത്തവണ ചെങ്ങമനാട് ചേത്തടി ഉപാസനയിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് പ്രസന്നകുമാരിയാണ്. പറയാനൊന്നുമില്ല, പ്രവൃത്തി മാത്രം എന്നതാണ് പ്രസന്നകുമാരിയുടെ മന്ത്രം. കുഞ്ഞിലെ ഹരമായിരുന്ന പൈക്കളിലായിരുന്നു തുടക്കം. 7 വർഷം പിന്നിടുന്നു ഇന്ന് ഉപാസന ഫാം. മേലില ചെങ്ങമനാട് ചേത്തടിയിൽ സ്വന്തമായുള്ള 75 സെന്റ് സ്ഥലത്താണ് പൈക്കൾക്കായുള്ള കൂടാരം തീർത്തത്. 1-2 5 ഡസനോളം വരും അവരുടെ നിര. ക്ഷീരമേഖലയുടെ അനുബന്ധ മേഖലയാണ് തീറ്റപ്പുൽ കൃഷി. അതിനും ഏറെ പ്രാധാന്യം നൽകി 9 ഏക്കർ സ്ഥലത്താണ് തീറ്റപ്പുൽ കൃഷി. CO3-യും CO5-ഉം നേപ്പിയറുമൊക്കെ അവിടെ കൃഷിയുണ്ട്. പയ്യൊന്നിന് 30 കിലോയെങ്കിലും തീറ്റപ്പുല്ല് ദിനവും വേണം എന്നതാണ് കണക്ക്. ആ കണക്കിൽ തന്നെ മുന്നേറി. എല്ലാത്തിനും ഒരു ചിട്ടയുണ്ട്. ഫാം നടത്തിപ്പിൽ അത് വളരെ പ്രധാനമാണ്. അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒട്ടും കുറയാൻ പാടില്ല. പൈക്കൾക്ക് നിൽക്കാനായി ഉറച്ച കോൺക്രീറ്റ് തറ തന്നെ തീർത്തു. സങ്കരയിനം പൈക്കളുടെ കുളമ്പ് വളരെ ലോലമാണ്. അത് തേയാനുള്ള അവസരം വേണം. എങ്കിലും എവിടെയും തട്ടി പൊട്ടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആടിയുലഞ്ഞു നിൽക്കാൻ റബ്ബർ മെത്തകളുടെ നീണ്ട നിര തന്നെ ഉപാസന ഫാമിൽ ഒരുക്കി. വെയിലിൻ്റെ വീറിനെ തടയുവാനായി ശക്തമായ മേൽക്കൂര വേണം. 21 അടി ഉയരെ ഇരുമ്പ് ഷീറ്റുകളിലാണ് മേൽക്കൂര തീർത്തത്. GI പൈപ്പുകളും സ്ക്വയർ ട്യൂബുകളും അതിനെ താങ്ങി നിർത്തുന്നുണ്ട്. 50ഓളം പൈക്കൾക്ക് പാർക്കാൻ 4500 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഫാം. തീർന്നില്ല, ഇനിയുമുണ്ട് സൗകര്യങ്ങൾ. വടക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നാണ് കാറ്റൊഴുകിയെത്തുക. അവിടമൊന്നും മറയാൻ പാടില്ല. അനായാസേന വായുവും വെളിച്ചവും കടന്നു പോകത്തക്ക രീതിയിലാണ് ക്രമീകരണം. വാലോട് വാൽ പൈക്കളെ കെട്ടാം. തീറ്റത്തൊട്ടി നീളത്തിലങ്ങനെ പോകും. വിശാലമാണ് അത്. പെല്ലറ്റും പുൽത്തീറ്റകളുമൊക്കെ അവിടെ സ്ഥാനം പിടിക്കും. പയ്യൊന്നിന് ദിവസവും 50 ലിറ്ററോളം കുടിവെള്ളം വേണം. അത് തോന്നുമ്പോൾ നൽകിയാൽ പോരാ. യഥേഷ്ടം വെള്ളം കുടിക്കുവാനുള്ള സൗകര്യം മുന്നിൽ തന്നെ ഒരുക്കി. സ്വയം നിയന്ത്രിത പാനപാത്രങ്ങളിലാണ് വെള്ളം കുടി. പരാതങ്ങളും ചെറുപ്രാണികളുമൊക്കെ ശല്യമാണ്. ചെറുപ്രാണികളെ അകറ്റാൻ സദാസമയവും കറങ്ങുന്ന പങ്കകൾ വേണം. രാത്രിയിലും പ്രകാശത്തിന് ട്യൂബ് ലൈറ്റുകളുണ്ട്. ഫാമിൽ പൈക്കളുടെ ഇനവും ഗ്രൂപ്പിങ്ങുമൊക്കെ വളരെ പ്രധാനമാണ്. ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ, ജേഴ്സി, സുനന്ദിനി എന്നിങ്ങനെയാണ് പൈക്കളുടെ ഇനങ്ങൾ. വർഷത്തിൽ 305 കറവ ദിനങ്ങൾ സമ്മാനിക്കുന്നവരാണ് ഹോൾസ്റ്റൈൻ പൈക്കൾ. അയർലൻഡുകാരായ ഹോൾസ്റ്റൈൻ പൈക്കൾക്ക് പാൽ കൊഴുപ്പ് അല്പം കുറവാണ്. തുടക്കത്തിൽ കറവ ഏറുമെങ്കിലും ക്രമേണ അത് കുറഞ്ഞു വരും. ഇംഗ്ലീഷ് ചാനൽ സ്വദേശിയാണ് ജേഴ്സി പൈക്കൾ. ജേഴ്സി രക്തം ഏറെയുള്ളതിൻ്റെ സൂചന അവർ പാലിൽ കാണിക്കും. കറവ ദിനങ്ങൾ കുറഞ്ഞാലും പാൽ കൊഴുപ്പിൽ ഒട്ടും കുറവില്ല. സുഗന്ധമൂറുന്ന പാലാണ് ജേഴ്സിയുടേത്. കേരള കാലാവസ്ഥയ്ക്കിണങ്ങിയ പൈക്കളാണ് സുനന്ദിനി പൈക്കൾ. മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രോജക്റ്റിൽ ജന്മം കൊണ്ടവർ.
ഫാമായാൽ നിത്യ വരുമാനം വേണം. എല്ലാ പൈക്കളും എപ്പോഴും ചെനയായി നിന്നാൽ വരുമാനം കുറയും. അതുകൊണ്ട് തന്നെ പാതിക്ക് മുകളിൽ എപ്പോഴും ചെനയായിരിക്കണം എന്ന മന്ത്രം ഉപാസന പയറ്റുന്നുണ്ട്. പാതിയോളം പൈക്കൾ എപ്പോഴും കറവയിലും. കറവ പശുക്കൾക്ക് കൂട്ടായി മഹിഷങ്ങളെയും കൊണ്ടുവന്നിട്ടുണ്ട് ഉപാസനയിൽ. മഹിഷങ്ങളോട് പ്രസന്നകുമാരിക്ക് പ്രിയമേറെയാണ്. ഹരിയാന സ്വദേശി മുറ എരുമകൾക്കാണ് ഇവിടെ സ്ഥാനം. 2ഓളം കറവ എരുമകളും 4ഓളം അല്ലാത്തവയുമുണ്ട്. കൊമ്പ് മുകളിലേക്ക് വളഞ്ഞ് പളുങ്കുകൾ പോലെ തിളങ്ങുന്ന കണ്ണുകളുമായി മഹിഷങ്ങൾ നിൽക്കും. ഉടൽബലവും കരുത്തുമാണ് മുറ എരുമകളുടെ പ്രത്യേകത. പാൽക്കൊഴുപ്പിലും കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളിലും എരുമകൾ എന്നും മുന്നിലാണ്. പൊതുവെ പൈക്കളെ അപേക്ഷിച്ച് രോഗങ്ങൾ തീരെയില്ല. ഉയർന്ന രോഗപ്രതിരോധ ശേഷി എരുമകളെ വ്യത്യസ്തരാക്കുന്നുണ്ട്. എന്നാൽ തണുപ്പും വെള്ളവുമാണ് അവർക്ക് വേണ്ടത്. എപ്പോഴുമുള്ള നന പ്രധാനം. കേരള കാലാവസ്ഥയിലെ ചൂടും ആർദ്രതയുമൊന്നും എരുമകൾ സഹിക്കുന്നവരല്ല. ദിവസം 3 നേരം നനയുണ്ട് ഉപാസനയിൽ. പ്രഷർ പമ്പുകളാണ് ഇതിനായി ഉപയോഗിക്കുക. വെടിപ്പും വൃത്തിയും എവിടെയും വേണം എന്ന നിർബന്ധമുണ്ട് പ്രസന്നകുമാരിക്ക്. അതിപ്രഭാതത്തിൽ തന്നെ ഫാമിലെത്തിയാൽ പിന്നീട് ഒരു മേൽനോട്ടമുണ്ട്. എല്ലാവർക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ അപ്പോൾ തന്നെ നൽകും. കറവ പൈക്കളുടെയും അല്ലാത്തവരുടെയും ജാതകം സ്വന്തം കൈവെള്ള പോലെ ഹൃദിസ്ഥമാണ് പ്രസന്നകുമാരിക്ക്. അവരെ തൊട്ടും തലോടിയുമൊക്കെ കുശലാന്വേഷണം നടത്തും. ഓരോരുത്തരുടെയും റേഷൻ പരിശോധിക്കും. തീറ്റപ്പുല്ല് പ്രധാനമാണ്. ഉയർന്ന അളവിൽ നാരുകളും ജലാംശവും അടങ്ങിയ തീറ്റപ്പുല്ല് കറവ പൈക്കൾക്ക് നിർബന്ധമാണ്. ഓരോരുത്തരുടെയും മുന്നിൽ കൃത്യമായി തീറ്റപ്പുല്ല് എത്തും. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ക്ഷീര സഹകാരി അവാർഡ് ക്ഷീരവികസന വകുപ്പിൻ്റെ കിട്ടിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? ഭയങ്കര അഭിമാനമാണ്. ഇടുക്കിയിൽ പോയി മന്ത്രിയുടെ കയ്യിൽ നിന്നൊക്കെ നേരിട്ട് വാങ്ങിച്ചാണ്? ഇടുക്കിയിൽ പോയി വാങ്ങിച്ചു. കൊല്ലത്ത് ചടയമംഗലത്തും ഉണ്ടായിരുന്നു. 2 വട്ടം 2 കൊല്ലം ജില്ലയുടെയും കിട്ടി, ഇടുക്കിയിൽ നിന്ന് സംസ്ഥാന അവാർഡും കിട്ടി. ഇങ്ങനെ അവാർഡൊക്കെ കിട്ടിയപ്പോൾ നമ്മുടെ നാട്ടുകാരൊക്കെ അഭിനന്ദിച്ചോ? പിന്നെ എൻ്റെ കൂടെ സഹകരിക്കുന്ന മുഴുവൻ ആൾക്കാരും നല്ല പാർട്ടിയിലും നല്ല സ്നേഹവും സഹകരണമായിരുന്നു. എല്ലാവരും വിളിച്ച് സന്തോഷമൊക്കെ പറഞ്ഞു. പിന്നെ അതൊരു അഭിമാനകരമാണ്. പിന്നെ ഓരോരുത്തരടുത്ത് ചെല്ലുമ്പോൾ ആ പത്രം എടുത്ത് എൻ്റെ കയ്യിൽ ഇങ്ങോട്ട് തന്നിട്ട് മാഡം ഇതൊന്നും നോക്ക് ഞങ്ങളുടെ കയ്യിൽ കിട്ടി എന്നൊക്കെ പറഞ്ഞ് കേരളകൗമുദി പത്രം എടുത്ത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവർ കാണിക്കാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. വീണ്ടും തുടർന്ന് ഏറ്റവും നന്നായിട്ട് രീതിയിൽ ഞാൻ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷവും അവാർഡ് മേടിക്കത്തക്ക രീതിയിലേക്ക് ഞാൻ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാല് നന്നായി. ഒരു ദിവസം എത്ര മണിക്കൂർ സഹകരിക്കും? ഞാൻ ചിലപ്പോൾ രാവിലെ പോവും, വെളുപ്പിനെ പോവും. പിന്നെ അപ്പോൾ 10 മണിയാകുമ്പോൾ തിരിച്ച് വന്നിട്ട് പിന്നെ ഉച്ചക്കറവ് കഴിയുമ്പോൾ പിന്നെ പോവും. അങ്ങനെ 2 സമയത്താണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം ജീവനക്കാരുണ്ട്? ജീവനക്കാർ അകത്ത് 4 പേരും പുറത്ത് 2 പോച്ച ഡെയിലി സ്ഥിരം കസ്റ്റമറും. 2 ചിലപ്പോൾ 4 ആവും. അങ്ങനെ സ്ഥിരം കസ്റ്റമറുണ്ട്. പിന്നെ കുറച്ച് ഒരു 5-6 ഏക്കർ നെൽകൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ പാടത്ത് ജോലിക്കാരുമുണ്ട്. അവിടെയും പോകണം. നെല്ല് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം കച്ചി പശുവിന് കിട്ടുമല്ലോ. അത് കെമിക്കലൊന്നും ചേർക്കാത്ത നല്ല കച്ചി പശുവിന് കിട്ടുന്നത് കൊണ്ടാണ് നെൽകൃഷി ഞാൻ അത് കൂടുതൽ ചെയ്യുന്നത്. ഇപ്പം എത്രത്തോളം പശുക്കളുണ്ട്? ഇപ്പം 48 പശുവുണ്ട്. 50 പശു ഉള്ളതിൽ 2 കറവയില്ല. 48 കറവയില്ല. ഒരു ദിവസം എത്ര ലിറ്ററോളം പാലും? 2 നേരവും കൂടെ 500 ലിറ്റർ പാലുണ്ട്. മിൽമയ്ക്ക് കൊടുത്തതിൻ്റെ ബാക്കി ലോക്കൽ സെയിലും കുറേ പോകും. ലോക്കൽ സെയിലിൽ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? ലോക്കൽ സെയിൽ നമ്മൾ 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നമ്മൾ വില ഒന്നും കൂട്ടത്തില്ല. കാരണം എല്ലാവർക്കും പ്രയോജനമാവണമെന്നുള്ള ഒരു ചിന്താഗതിയോടെ ചെയ്യുന്നതേ. ഈ പശുക്കളൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? പശു എവിടെയെങ്കിലും വീടുകളിൽ പ്രസവിച്ച് നിൽക്കുന്നെന്ന് ബ്രോക്കർമാർ പറഞ്ഞറിഞ്ഞ് അവിടെ നിന്ന് എടുക്കും. പിന്നെ വെളിയിലും പോയി ചിലപ്പോൾ കൃഷ്ണഗിരി പോയി ഞാൻ 10 പശുവിനെ എടുത്തുകൊണ്ട് വന്നായിരുന്നു. അത് ഇവിടെ വരുമ്പോൾ നമ്മുടെ ക്ലൈമറ്റുമായിട്ട് അത്ര പൊരുത്തമില്ലാത്തത് കൊണ്ട് പല നഷ്ടങ്ങളും അതിൽ സംഭവിച്ചുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും വീടുകളിൽ നിന്നാണ് കഴിയുന്നത് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല പശുക്കളെ കണ്ട പ്രസന്നകുമാരിക്ക് അറിയാം. തീർച്ചയായിട്ടും. അത് ആദ്യത്തെ കറവയാണെങ്കിൽ പോലും അതിൻ്റെ അമിടോ അതിനെ കാണുമ്പോൾ എന്ത് പാല് കാണുമെന്ന് കറക്റ്റ് ഊഹിക്കാൻ കഴിയും. ചിലത് മാത്രമേ ഉള്ളൂ, അപൂർവമേ ഉള്ളൂ തെറ്റാറ്. ഇത് അനുഭവത്തിൽ നിന്നാണ് പഠിച്ചത്? അനുഭവത്തിൽ നിന്നാണ്. എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതിൻ്റെ എന്തൊക്കെ ഭാഗങ്ങളാണ് നോക്കേണ്ടത്? അല്ല, നമ്മൾ ഒരു പശുവിനെ കണ്ടാൽ അത് എത്ര മാസമായെന്ന് അവർ പറയുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക് അമിട് നോക്കിയാൽ 7 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമിട് കാണുമെന്ന് നമുക്കറിയാം. 9 മാസമായിട്ടുണ്ടെങ്കിൽ സകല ഭാഗങ്ങളും നൂന്ന് കിട്ടും. പിന്നെ അതിൻ്റെ ഒരു കുഴിയുണ്ട്. ആ കുഴിയൊക്കെ നോക്കുമ്പോൾ ഉടനെ പ്രസവം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടാൽ ഉടനെ അറിയാം. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ കണ്ട് ഇന്ന് 5 ദിവസത്തിനകം ഉണ്ടെന്ന് നമ്മൾ മനസ്സിൽ കണ്ടാൽ 5 ദിവസത്തിനകം ഉണ്ടായിരിക്കും. പാലിൽ കാമ്പിറങ്ങി കഴിഞ്ഞാൽ
അതിൻ്റെ ബാക്കെല്ലാം നൂന്ന് കഴിഞ്ഞാൽ ആവും. പിന്നെ പല 3 പ്രസവം 2 പ്രസവമൊക്കെ കഴിയുന്നവർക്ക് അത് എത്ര പ്രസവം ആയെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അമ്പിട് കാണുമ്പോൾ നമുക്കറിയാൻ കഴിയും നന്നായിട്ട് പാല് അവർ പറയുന്ന അത്രയും പാലുണ്ടാവുമെന്ന്. എത്ര നമ്മൾ വാങ്ങുമ്പോഴും അവർ ഈ കച്ചവടക്കാർ പറയുന്നത് ഇന്ന് 1-2 ലിറ്റർ കുറവായിരിക്കും. നമ്മൾ കുറച്ചിട്ട് കൂട്ടിയേ മേടിക്കാറുള്ളൂ. കച്ചവടക്കാരങ്ങനെയാണ്. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ ഫാമിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് പെറ്റ് കറവ എടുത്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് 10 ദിവസം കഴിയുമ്പോൾ തീർത്തറിയാം അതിൻ്റെ കറവ. ഒരാഴ്ച കഴിയുമ്പോഴേ അറിയാം. അത് ചനപ്പാൽ കാണുമ്പോഴും നമുക്കറിയാം എത്ര പാല് കാണുമെന്ന്. 1 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല പാലെടുക്കുന്ന ഒരു സമയമാണ്. 3 മാസം കഴിഞ്ഞാൽ കറവ കുറഞ്ഞു തുടങ്ങും. ഈ ജേഴ്സിക്കാണെങ്കിൽ 8 മാസം വരെ ഒരുപോലെ കറവ പോകും. മറ്റേ HF ഒക്കെ ഒരു 3 മാസം കഴിഞ്ഞാൽ കുറഞ്ഞു വരും. കറവപ്പൈക്കൾക്ക് കൂട്ടായി കൃഷ്ണപശുവിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. കൃഷ്ണവാലിയിലെ പൈക്കളാണ് കൃഷ്ണപ്പൈക്കൾ. അവർക്ക് നിൽക്കുവാൻ ഒന്നാന്തരം റബ്ബർ മെത്തകൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക അഴകാണ് കൃഷ്ണപ്പൈക്കൾക്ക്. ശുഭ്രശോഭയുള്ള മേനി, പളുങ്കുപോലെ തിളങ്ങുന്ന കണ്ണുകൾ, ഉയർന്ന് തെറിച്ചു നിൽക്കുന്ന ചെറു ചെവികൾ, അരിവാൾ പോലെ വളഞ്ഞ കൊമ്പുകൾ വല്ലപ്പോഴുമൊക്കെ ഇളവിയാടുന്നത് കൃഷ്ണയുടെ കൗതുകം തന്നെ. തീറ്റ വളരെ പ്രധാനമാണ്. അതിനായി പൈക്കൾക്ക് ഗ്രൂപ്പിംഗ് ഉണ്ട്. 20 ലിറ്ററിന് മുകളിൽ പാൽ കിട്ടുന്നവർ 1-ാം ഗ്രൂപ്പിലും 15 മുതൽ 20 ലിറ്ററിനിടയിൽ പാൽ കിട്ടുന്നവർ 2-ാം ഗ്രൂപ്പിലും പെടും. അതിന് താഴെയുള്ളവർ 3-ാം ഗ്രൂപ്പിലാണ്. എല്ലാവർക്കും ഒരേ റേഷനല്ല നൽകുക. പാലളവനുസരിച്ചാണ് തീറ്റ. 1 ലിറ്റർ പാലിന് 400 ഗ്രാം പെല്ലറ്റ് എന്നതാണ് ഉപാസനയിലെ കണക്ക്. തീറ്റ സൂക്ഷിക്കുവാനായി ഡ്രൈ റൂമുകളുണ്ട്. വൈക്കോലാണ് അതിൽ പ്രധാനം. പെല്ലറ്റ് സൂക്ഷിക്കാനായി പെല്ലറ്റ് മുറികളും ഓഫീസും ഡോക്ടർ റൂമും എല്ലാം ഉപാസനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഉണ്ടാകുന്ന കിടാങ്ങളെയൊക്കെ എന്ത് ചെയ്യും? കിടാങ്ങൾ ഒരു 3 കറവ വിട്ട് കഴിഞ്ഞാൽ ഞാൻ വളർത്തുന്നവർക്ക് അങ്ങ് കൊടുക്കുവാണ്. ഇവിടെ അതിനെ കൂടെ വളർത്തിയെടുക്കാനുള്ള ഒരു സാഹചര്യങ്ങളില്ല. വളർത്തിയെടുത്താലും 2 വർഷം കഴിഞ്ഞ് പിന്നെ അതിനെ കുത്തിവെച്ചൊക്കെ വരുമ്പോഴത്തേന് ടൈം പോകും. അതുകൊണ്ട് നമ്മൾ വേറെ പുതിയതിനെ അങ്ങ് വാങ്ങുക പറ്റും. ടൈം നമുക്ക് പറ്റുകറവയാകുമ്പോൾ 2 എണ്ണം പോയാൽ 1 എണ്ണം നല്ല കറവ വരണം. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഇത്ര പാലൊക്കെ ഒരു ദിവസം എത്ര ലിറ്റർ പാൽ? 500 ലിറ്ററോളം പാല് കാണും രാവിലെയും വൈകിട്ടൂടെ. അപ്പോൾ ഇത്രയും പാലൊക്കെ ഉണ്ടായി വരുമ്പോഴേ നമുക്ക് പാലിൽ നിന്ന് തൈര്, വെണ്ണ, അങ്ങനെ ഒരുപാട് പേര് പറയും. പക്ഷേ എനിക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, അതിൻ്റെ മെഷീനറികൾ, അതിനൊരു ജോലിക്കാർ, അതിനൊരു സെയിലിങ്ങിന് ആൾ, ഇതൊക്കെ വരുമ്പം അതിൻ്റെ എല്ലാ ഇൻകം മാറി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം അതിലങ്ങ് പോകാനേ ഉള്ളൂ. നോക്കുമ്പോൾ പലരുടെയും അനുഭവം എനിക്കറിയാം. ഇപ്പോൾ ഇതാ ഒരിടത്ത് കരിക്കത്തിലൊരിടത്ത് കൊടുക്കാനിട്ടേക്കെന്ന് പറയും. അവരാണെങ്കിൽ കവർ അടിച്ച് 2000 കസ്റ്റമർക്ക് കൊടുത്തോണ്ടിരുന്നവരാണ്. പക്ഷേ ഈ ഈ കവറടിക്കുന്ന ഇലവും കറണ്ട് ചാർജും കൊണ്ടുപോകുന്ന ആളുടെ ഇലവും ആ വണ്ടിയിലെ പെട്രോളും എല്ലാം കൂടെ കിട്ടുമ്പോൾ ഇതിൽ കിട്ടുന്നതിനകത്തൊന്നും ലാഭമില്ല. പിന്നെ നമ്മൾ വെറുതെ അതിന് ടൈം വേസ്റ്റാണ്. ഇത് മെൽബായ്ക്ക് അങ്ങ് കൊടുക്കാമെങ്കിൽ അവരത് അതിൻ്റെ എല്ലാം എടുത്തോളും, അവർ വിറ്റോളും. നമ്മൾക്ക് ന്യായമായി കിട്ടും, ഇൻസെൻറ്റീവ് കിട്ടും. പിന്നെ നമുക്ക് കിട്ടുന്ന ആ തീറ്റയ്ക്ക് അതിന് പോലും സബ്സിഡി ഉണ്ട്. അങ്ങനെയുള്ള നല്ല ഗുണങ്ങൾ മിൽമയിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മളെന്തിനാ ഈ റിസ്ക് എടുക്കാൻ പോകുന്നേ? ഞാനൊരിക്കലും അങ്ങനെ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഈ അനുബന്ധ മേഖലയെ തീറ്റപ്പുൽ കൃഷി വളരെ പ്രധാനമാണ്. അതുണ്ട്. എനിക്കൊരു 9 ഏക്കറിൽ തീറ്റപ്പുൽ കൃഷിയുണ്ട്. അത് 2 വനിതകൾ ഡെയിലി അത് അറുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. തീറ്റപ്പുല്ലൊരു പ്രധാന ഘടകമാണ്. CO3 മാത്രമല്ല, ഇപ്പോൾ ഒരു ചുമന്ന തരം നല്ല പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞൊരു പുലി വളർത്തുന്നുണ്ട് ഞാൻ. വളർത്തുന്നുണ്ട്. അപ്പോൾ അത് പുൽകൃഷി നല്ല രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. വയലുണ്ടായതുകൊണ്ട് പുൽകൃഷി വയലിൻ്റെ ലക്ഷ്യമേ പശുവിനെ ആയിരുന്നു. കച്ചിയായാലും നെല്ലായാലും ഒക്കെ പശുവിൻ്റെ ലക്ഷ്യമാണ്. തകിടും ഞാൻ കുത്തിക്കൊണ്ടുവരുന്ന തകിടും പശുവിന് തന്നെ കൊടുക്കുന്നത്. തവിട് നല്ലതാണ്. ഇട്ട് കഴിഞ്ഞാൽ ദഹനമൊക്കെ വളരെ കറക്റ്റായി വരുന്നുണ്ട്. സ്വന്തമായുള്ള പാടത്തു നിന്നും കൊയ്തുകൊണ്ടുവരുന്ന കറ്റകൾ മെതിയന്ത്രത്തിൽ കയറ്റി നെല്ലാക്കി മാറ്റിയാൽ അധികം വരുന്ന വൈക്കോൽ ഉണക്കി കെട്ടുകളാക്കി സൂക്ഷിക്കും. വൈക്കോൽ ക്ഷീരസമരിയിൽ വളരെ പ്രധാനമാണ്. പാൽക്കൊഴുപ്പിൻ്റെ ഒരു ചെറു നിയന്ത്രണം വൈക്കോലിനുണ്ട്. വളം നന്നായി മുറുകുവാനും വൈക്കോൽ സഹായിക്കും. ഫാം പ്രവർത്തനങ്ങളുടെ സാങ്കേതികത്വം മൃഗസംരക്ഷണ വകുപ്പിനാണ്. മൃഗസംരക്ഷണ വകുപ്പിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ MK അനീഷ് പ്രതികരിച്ചു. അനീഷ്, ഒരു ഫാം തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഉപാസന പോലെയുള്ള അല്പം കൊമേഴ്ഷ്യലായിട്ടുള്ള ഇത്തരം ഫാമുകളൊക്കെ തുടങ്ങുമ്പോൾ അവരാദ്യം ചെയ്യേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഫാം തുടങ്ങുമ്പോൾ ശരിക്കും സാങ്കേതികമായിട്ട് ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരാളെ കാണുകയും ഒരു ഫാമിൻ്റെ പ്ലാൻ തയ്യാറാക്കുകയും ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ലോണുകൾ ഇത്യാദി ആവശ്യങ്ങളുണ്ടെങ്കിൽ
അത് പൂർത്തീകരിക്കുകയും ചെയ്യുക. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസ് വാങ്ങിക്കുക, പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് വാങ്ങിക്കുക. അത് കഴിഞ്ഞ് ഒരു വിദഗ്ധ ഡോക്ടറുടെ ഒരു സഹായത്തോടെ നല്ല ഇനം പശുക്കളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ എല്ലാ പശുക്കളെയും തിരഞ്ഞെടുക്കുന്ന എല്ലാ പശുക്കളും കറവയുള്ള പശുക്കളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫാമിന് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് വരാറുണ്ട്. അതുകൊണ്ട് പകുതി കറവയുള്ളതും പകുതി ഗർഭിണി പശുക്കളെയും തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ കറവ പറ്റിയത് 4-1 കറവ പറ്റിയ പശുക്കളെ തിരഞ്ഞെടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുക. അതുപോലെ എന്ത് ആവശ്യം വന്നാലും മൃഗാശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടറുടെ വിദഗ്ധ അഭിപ്രായം സ്വീകരിക്കുക. ഇതൊക്കെയാണ് സാധാരണഗതി. ഇപ്പോൾ പൊതുവെ കർഷകരുടെ ഇടയിൽ നിന്ന് കേൾക്കുന്നത്, ഇപ്പോൾ ഞങ്ങൾ ഹരിതസുന്ദരം പല ഫാമുകളിലും പോകുമ്പോൾ കേൾക്കുന്ന ഒരു പരാതി, സംസ്ഥാനത്തിന് പുറത്തുനിന്ന് പശുക്കളെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ചില അപാകതകളുണ്ട്. പ്രത്യേകിച്ചും പരാത രോഗങ്ങൾ, രക്തപരാതങ്ങൾ, ഇതൊക്കെ വന്ന് പശുക്കൾ ഗുണമില്ലാതെയായി മാറുന്നു. അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടി എന്ത് നടപടിക്രമങ്ങളാണ് സ്വീകരിക്കേണ്ടത്? നമ്മൾ ശരിക്കും എവിടെ നിന്നാണെങ്കിലും പശുവിനെ വാങ്ങിച്ച് കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 3 ആഴ്ചക്കാലം ക്വാറൻറ്റൈനിൽ സൂക്ഷിക്കുകയും, ക്വാറൻറ്റൈൻ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, മറ്റു മൃഗങ്ങളിൽ നിന്ന് മാറ്റി പാർപ്പിച്ച് ഇതിനെന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളോ വല്ലതും ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുകയും, അങ്ങനെ വല്ലതും കാണുന്നെങ്കിൽ അതിന് രക്തപരിശോധനകൾ നടത്തി വേണ്ടുന്ന ചികിത്സയ്ക്ക് വിധേയമാക്കുകയും ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഒരു അഭാവത്തിലാണ് പലപ്പോഴും ഈ അസുഖങ്ങൾ പടർന്ന് മറ്റു മൃഗങ്ങൾക്കും വരുന്നത്. ഒരു ഫാം നടത്തിക്കൊണ്ടു പോകുന്നു, പ്രത്യേകിച്ച് ഇപ്പോൾ 100ഓളം പശുക്കളുള്ള ഒരു ഫാം നടത്തിക്കൊണ്ടു പോകുമ്പോൾ അതിൽ നമ്മൾ സ്വീകരിക്കേണ്ട പ്രജനന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, കൃത്രിമ ബീജാദാനമൊക്കെയാണല്ലോ പ്രജനനം നടത്തുന്നത്. അപ്പോൾ അതിൽ ഏതുതരം സമീപനം സ്വീകരിക്കണം? ഇപ്പോഴത്തെ ശരിക്കും സർക്കാരിൻ്റെ ബ്രീഡിംഗ് പോളിസി പ്രകാരം 50% വരെ ഫോറിൻ ബ്ലഡ് ഉപയോഗിക്കാമെന്നുള്ളതാണ് പറയുന്നത്. ഹൈലി പ്രോഫിറ്റബിളായിട്ട് അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് വളർത്തുന്ന ആൾക്കാർക്ക് 75% വരെ ഫോറിൻ ബ്ലഡ് ഉപയോഗിക്കുന്ന സെമൻ നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഹീറ്റ് കാണിക്കുന്ന മുറയ്ക്ക് തന്നെ ഡോക്ടറെ ചെന്ന് കണ്ട് വിവരം പറയുകയും കൃത്യസമയത്തിന് തന്നെ ഇൻസെമിനേഷന് വിധേയമാക്കുകയും ചെയ്യണം. അതുപോലെ വർഷത്തിലൊരു കിടാവ് എന്നുള്ളതായിരിക്കണം ടാർഗറ്റ്. എന്നാലേ ഒരു ഫാം എന്നുള്ള രീതിയിൽ അതിനെ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കാറുള്ളൂ. പ്രതിദിനം 500 ലിറ്ററോളം പാൽ, അതൊക്കെയും കൃത്യമായി കറന്നെടുക്കാൻ ജീവനക്കാർ. കൈവഴക്കത്തിൽ കറന്നെടുക്കുന്ന പാൽ അരിച്ച് ക്യാനുകളിലേക്ക്, അത് പ്രത്യേക വണ്ടികളിൽ കയറ്റി ക്ഷീരസംഘങ്ങൾ തേടി യാത്രയാകും. പ്രാദേശികമായ വിൽപ്പനയും ഉപാസനയിലുണ്ട്. ശാസ്ത്രീയമായ ക്ഷീരസബരിയയിൽ രണ്ടാമതൊരു കൂടാരം കൂടി വേണം. പുറത്തുനിന്നും വരുന്ന പൈക്കൾക്ക് ക്വാറന്റൈൻ ഏർപ്പെടുത്തുന്ന ഷെഡ്, രോഗാതുരരായ കാലികളെ പാർപ്പിക്കുവാനായി മറ്റൊരു മുറി, ആകസ്മിക അപകടങ്ങളിൽ നിന്ന് കാലികളെ രക്ഷിക്കുവാൻ സാംക്രമിക രോഗ പ്രതിരോധത്തിനുള്ള കുത്തിവെപ്പുകളും ഇൻഷുറൻസും. ക്ഷീരവ്യവസായം ജീവിതതാളം പോലെയാണ്. ഒരു നിമിഷം അത് അണയാൻ പാടില്ല. കൃത്യമായ അവലോകനം എന്നും ഉണ്ടാകണം. കർഷകരുടെ സജീവ സാന്നിധ്യമുണ്ടായാലേ വിജയത്തിൻ്റെ കൊടിയടയാളം ഉയരുകയുള്ളൂ. പ്രസന്നകുമാരി ഹരിതം സുന്ദരത്തോട് പ്രതികരിച്ചു. ഇപ്പോൾ ഈ ഒരു ഫാം നടത്തിക്കൊണ്ടുപോകുന്ന ഒരാൾക്ക്, ഇപ്പോൾ പ്രത്യേകിച്ചും പ്രസന്നകുമാരി ഈ രംഗത്ത് ഇത്ര വർഷങ്ങളായിട്ട് നിൽക്കുന്നു, വലിയൊരു ആത്മവിശ്വാസം വന്നു. തീർച്ചയായിട്ടും 7 വർഷം കൊണ്ട് ഞാനിത് ചൊവ്വേ നേരെ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പേ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ രംഗത്തേക്ക് പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് സംഭവിക്കാൻ പോകുന്നൊരു ചതി എന്താ? അവർ മേടിക്കുന്ന പശുവിനെ മേടിക്കുന്നത് നോക്കി മേടിക്കലും, ജോലിക്കാർ അത് നമ്മളെ നന്നായിട്ട് ചെയ്യുന്നവരായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ജോലിക്കാരെ കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ബുദ്ധിമുട്ടുന്നത്. പെട്ടെന്നൊരു ദിവസം ജോലിക്കാർ രാവിലെ പൊക്കളഞ്ഞാൽ നമുക്ക് പാടായിരിക്കും. അപ്പം ഞാൻ തന്നെ പോയി എല്ലാ പശുവിനെ കുളിപ്പിക്കലും കറക്കലും ഒക്കെ നടത്തേണ്ടി വരും. കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മളൊരു മാസമെങ്കിലും കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നല്ല ജോലിക്കാരെ കറക്കാനൊക്കെ അറിയോ? കറക്കും. 4-5 പശുവിനെയൊക്കെ കറക്കും. പിന്നെ ചിച്ചപ്പാട് തോന്നും. 4-5 പശുവിനെ കറക്കും. ഇനിയിപ്പോൾ എന്താ ഒരു സ്വപ്നം എന്താ? ഇപ്പോൾ ഞാൻ ഈ ഉൽപ്പാദനം എന്ന് പറയുന്നത്, ഇപ്പോൾ നെല്ല് ഒരുപാടുണ്ട്, തേങ്ങ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ വ്യവസായ ഓഫീസായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണയും, നമ്മൾ തന്നെ മുളക് കഴുകി ഉണക്കി, ഗോതമ്പ് കഴുകി ഉണക്കി ഒക്കെ എല്ലാം നീറ്റായിട്ട് പാക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു സെയിലും കൂടെ കുറേ തൊഴിലാളികൾക്ക് തൊഴിലാവും. അത് നമ്മൾ തന്നെ വൃത്തിയാക്കി ചെയ്യുന്നത് നമുക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് മുളക് കഴുകി ഉണക്കാറില്ല. അതുപോലെ ചക്കിൽ നമ്മൾ ഇവിടെ എനിക്ക് 4000 തേങ്ങ ഇപ്പോൾ കിടക്കുക, 1 രൂപ ഞാൻ ആട്ടി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആട്ടി മനുഷ്യന് നല്ല സാധനം കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ല കുറേ പേർക്ക് തൊഴിലും നമുക്ക് സന്തോഷവും ഉണ്ടാവും.
പറയാനൊന്നുമില്ല, പ്രവൃത്തി മാത്രം എന്നതാണ് ഉപാസനയുടെ മന്ത്രം. നേരാം. പ്രസന്നകുമാരിക്കായി ഭാവുകങ്ങൾ.